ചാക്യാര് കഥ പറയാൻ വരുമ്പോ ഇതൊക്കെ നേരത്തെ നോക്കി വെക്കണ്ടേ മൈക്കുകാരാ? ഇന്നത്തെ കാലത്ത് കഥ തുടങ്ങാൻ പോലും ഒരു ഇൻട്രോ വേണമെന്നല്ലേ? പണ്ടൊക്കെ ഒരിക്കലൊരു നാട്ടിൽ എന്ന് പറഞ്ഞാൽ മതി. ഇന്നോ ലൈറ്റ്സ് ഓൺ, ക്യാമറ ഓൺ, പിന്നെ എല്ലാവരും ഓൺ. അതിനാൽ അധികം വാചകം വേണ്ട. ഞാനൊരു യോദ്ധാവിനെ കാണിക്കാം. സമയം 8:30. ക്യാമ്പസിൽ സൈറൻ മുഴങ്ങുന്ന സമയത്ത് നമ്മുടെ ചെയർമാൻ മഹാശയൻ സ്വപ്നലോകത്തിൽ നിന്ന് നേരെ യാഥാർത്ഥ്യത്തിലേക്ക് വീഴുന്നു. ഇവൻ സമയം പിടിക്കാൻ ഓടുന്നത് കണ്ടാൽ ദേവന്മാർക്ക് പോലും ചിരി വീഴും. പണ്ടൊരു വിദ്വാൻ പറഞ്ഞതുപോലെ അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ചുള്ള ഈ പോക്ക് എങ്ങോട്ടാണെന്നല്ലേ? ഇതാ കണ്ടോളൂ. தொடரா பார்க்கலாம். ഗൈസ് എന്നായി? ഈ അവഗണനകളെക്കാളേറെ ചെയർമാന്റെ ഉള്ളു തകർത്തത് ഫണ്ടില്ല എന്ന് പറഞ്ഞ് കൈമലർത്തിയ ട്രഷററും പ്രോമോയ്ക്ക് സ്ക്രിപ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ മീഡിയ ടീമുമാണ്. ചുരുക്കി പറഞ്ഞ കാണുന്ന പ്രഹസനമല്ലാതെ ഒന്നും നടക്കണില്ല. മോനെ പോയിട്ട് നാളെയെങ്ങാനും വാ. കിട്ടിയ അടിയും വാങ്ങി ചിരിക്കുമ്പോഴാണ് ആ പ്രമുഖ ഫാക്കൽറ്റിയുടെ വരവ്. എന്തായി മക്കളെ, അശ്വന്റെ കാര്യങ്ങളൊക്കെ എവിടെ വരെയായി? സാറേ, പരിപാടിയൊക്കെ കളറായിട്ട് പോകുന്നുണ്ട്. പക്ഷേ സാറിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കുറച്ച് സഹായം ആവശ്യമായിട്ട് വരും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഈ പരിപാടി നടത്താനുള്ള 10 പൈസ കയ്യിലില്ല. അതുകൊണ്ട് സാറിൻ്റെ താരങ്ങ് വിറ്റാലോ എന്ന് ആലോചിക്കുക. നാളെ സബ്മിറ്റ് ചെയ്യാനുള്ള റെക്കോർഡിന്റെ താളുകളിൽ വൈറ്റ്നർ കൊണ്ട് കവിത എഴുതുന്ന ഒരു വിദ്യാർത്ഥി, തോണ്ടി വിരൽ തേഞ്ഞു പോയ മറ്റൊരു വിദ്യാർത്ഥി. ഇതിനിടയിൽ അഭിനയക്കളരിയിലെ 2 വിദ്വാൻമാരുടെ വേവലാതി അതിങ്ങനെ. 1-2 റീലല്ലാതെ പ്രൊമോഡി ഒന്നുമില്ലേ? നമ്മളെ വിളിക്കുമായിരിക്കൂല്ലേ? അമ്മാത്ത് പടിഞ്ഞാറ്റി നിറങ്ങാത്ത മട്ടിൽ ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ മതിയോ? ഒന്നുണരൂ മക്കളെ, ഇത് വെറുമൊരു കലോത്സവമല്ല, ഇത് അശ്വറാണ്. ഇനിയിപ്പോൾ ഈ മടിയെല്ലാം പൊതിഞ്ഞു കെട്ടി അറബിക്കടലിൽ കളയുക, എന്നിട്ട് കച്ചയും മുറുക്കി പണിക്കിറങ്ങുക. പരാതികളും തർക്കങ്ങളും പരിഹാസവും പുച്ഛവും ഒക്കെ ഉണ്ടാകും. പക്ഷെ അശ്വർ അതൊരു ഫെസ്റ്റ് അല്ല, അത് നമ്മൾ തന്നെയാണ്. കഥകളി മുതൽ ബ്രേക്ക് ഡാൻസ് വരെ, തീം ഷോ മുതൽ ബോഡി ഷോ വരെ എല്ലാം ഇവിടെ അരങ്ങേറുകയാണ്. അതേ സുഹൃത്തുക്കളെ, ഈ വരുന്ന 26, 27, 28 ഈ 3 ദിവസങ്ങളിലും കഴിഞ്ഞ 25 വർഷങ്ങളായി തുടരുന്ന ചരിത്രം ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയായി. ഇനി എന്ത് നോക്കിയിരിക്കുക? പോയി അങ്ങട് ആഘോഷിക്കുക.